രാജ്യത്തെ നടുക്കിയ TCS ലൈംഗിക പീഡന മതപരിവർത്തന കേസിൽ 25 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ നിദാ ഖാൻ അറസ്റ്റിലായിരിക്കുകയാണ്. നിദാ ഖാൻ എന്ന് പറയുന്ന HR മാനേജറാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്തിരുന്നത് എന്ന വിവരം നമ്മൾ ആരും തന്നെ മറന്നുപോയിട്ടില്ല. എന്തായാലും മുഖ്യപ്രതിയാണ്, സസ്പെൻഷനിലായിരുന്നു നിദാ ഖാൻ എന്നുള്ളതാണ്. TCS ജീവനക്കാരിയായിട്ടുള്ള ഇവരുടെ സംഘാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികളോട് ഏറ്റവും മോശമായ രീതിയിൽ പെരുമാറുന്നതിനുമൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തിരുന്നത്. 25 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം ഇവരെ പിടികൂടിയിരിക്കുന്നത് ഛത്രപതി സംഭാജി നഗറിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള BPO യൂണിറ്റിൽ ലൈംഗിക പീഡനം, മാനസിക പീഡനം, മതപരിവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ പുറത്തു വന്നത് മുതൽ നിദാ ഖാൻ ഒളിവിലായിരുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ ഉടനീളമുള്ള ഇവരുടെ നീക്കങ്ങളെല്ലാം കണ്ടെത്താനായിട്ട് പോലീസ് വിപുലമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. മുൻകൂർ ജാമ്യത്തിന് ഇവർ അപേക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യം തേടി നിദാ ഖാൻ നാസിക് കോടതിയെ സമീപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഈ മാസം ആദ്യം അവരുടെ അപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. താൻ ഗർഭിണിയാണ്, അതുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നുള്ളതായിരുന്നു അപേക്ഷ. എന്തായാലും അന്വേഷണത്തിൽ ഡിജിറ്റൽ തെളിവുകൾ, സാക്ഷിമൊഴികൾ, നാസിക്കിന് പുറത്തേക്കുള്ള ആരോപണ വിധേയരായിട്ടുള്ളവരുടെ ബന്ധങ്ങൾ എന്നിവ കണ്ടെത്തിയതുകൊണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. മതവികാരം വ്രണപ്പെടുത്തി ബലാത്സംഗ, ലൈംഗിക ചൂഷണ കേസുകളിലെ പ്രതികളെ സഹായിച്ചു. ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരം കുറ്റങ്ങളാണ് നിദാ ഖാനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരാതിക്കാരിൽ ഒരാളെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിട്ടും, അതായത് സ്വാധീനിക്കാൻ വേണ്ടി നിർബന്ധപൂർവ്വം അതിലേക്ക് കൊണ്ടുവരാൻ, ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതായിട്ടും പ്രതികൾക്കെതിരെ പരാതി നൽകുന്നതിൽ നിന്ന് ഈ അതിജീവിതമാരെ, ഈ പെൺകുട്ടികളെ എല്ലാം പിന്തിരിപ്പിച്ചതായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. നാസിക് പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം SIT സംഘം കോടതിയെ അറിയിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ നിദാ ഖാൻ ഈ പറയുന്ന അതിജീവിതമാരിൽ ഒരാളോട് പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങൾക്ക്, പ്രത്യേക തരത്തിലുള്ള ആചാരങ്ങൾക്ക്, അതായത് ഇസ്ലാം മത ആചാരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും ചെയ്തു. കൂടാതെ ഹിജാബും ബുർഖയും ധരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മതപരമായിട്ടുള്ള ഉള്ളടക്കങ്ങളും ഇതിനു വേണ്ടുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകളും ഒക്കെ അവരുമായിട്ട് പങ്കുവെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പരാതിക്കാരിയുടെ പേര് മാറ്റാനായിട്ട് പദ്ധതിയുണ്ട് എന്നും ഇരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ കൂട്ടുപ്രതികൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നും പ്രോസിക്യൂട്ടർമാർ വാദിച്ചിട്ടുണ്ട്. മലേഗാവിലേക്കും മലേഷ്യയിലേക്കും പോലും സാധ്യമായ ബന്ധങ്ങൾ പരിശോധിക്കുന്നത് തരത്തിലുള്ള അന്വേഷണങ്ങളാണ് വിപുലീകരിച്ചിട്ടുള്ളത്. ഇവരെ നിയന്ത്രിക്കുന്ന നിദാ ഖാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഈ സംഘത്തെ, മതപരിവർത്തന ലൈംഗിക ചൂഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് മലേഷ്യയിൽ നിന്നാണ് എന്നുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഈ മലേഷ്യയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ആൾ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന്റെ അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട്. നിദാ ഖാൻ ഒരുപക്ഷെ മലേഷ്യയിലേക്ക് രക്ഷപ്പെടുന്നതിനുള്ള സാധ്യത വരെ പരിശോധിച്ചിരുന്നിട്ടുണ്ട്. അവിടെ തൊഴിലവസരങ്ങൾ പ്രലോഭനങ്ങളായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്ന കാര്യം. നിദാ ഖാൻ ഒളിച്ചിരിക്കുന്നതായിട്ട് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ഭർത്താവിനെ ചോദ്യം ചെയ്ത ശേഷം പോലീസ് നേരത്തെ റെയ്ഡൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അവിടങ്ങളിൽ നിന്നൊന്നും കണ്ടെത്തിയില്ല. ഇതോടുകൂടി ഇവര് രാജ്യം വിട്ടിട്ടുണ്ടോ എന്നുള്ള സാധ്യതകളും ഒക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നേരത്തെ ഖാന്റെയും ചില ബന്ധുക്കളുടെയും ഒക്കെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു പോലീസ്. നിദാ ഖാന്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചത് ഇവർ ഗർഭിണിയാണ് എന്നും അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടി മുംബൈയിൽ തന്നെ തുടരുകയാണ് എന്നുമൊക്കെയാണ്. എന്നാൽ ഇതൊന്നും വിശ്വസനീയമാണ് എന്നുള്ളതും കോടതിക്ക് വിശ്വസനീയമായിട്ട് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് എന്നാണ് അറിയുന്നത്. മഹാരാഷ്ട്രയിൽ പ്രത്യേക മതപരിവർത്തന വിരുദ്ധ നിയമം ഇല്ല എന്നാണ് പ്രതിഭാഗം വാദിച്ചു കൊണ്ടിരുന്നത്. മഹാരാഷ്ട്രയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിർബന്ധപൂർവം ചൂഷണം ചെയ്തുകൊണ്ട് പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരികയും അതിനു വേണ്ടിയിട്ട് ഇവരുടെ സംഘാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈംഗിക ചൂഷണം അടക്കം നടത്താനായിട്ട് ഇവർ കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. അത് ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയുന്നതുമല്ല. എന്തായാലും നിദാ ഖാന്
അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.